നമ്മൾ ഫോക്കസ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക അറസ്റ്റായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ്. ദൈവതുല്യർ എന്ന് പത്മകുമാർ പറഞ്ഞ വ്യക്തി തന്ത്രിയാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നതുമായിരുന്നു ആ അറസ്റ്റ്. എന്നാൽ തന്റെ അറസ്റ്റ് ഒരു പകപോക്കലായിരുന്നു എന്നാണ് ഇപ്പോൾ തന്ത്രി പറയുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ തടഞ്ഞതിന്റെ പ്രതികാരം തീർക്കാനാണ് തന്നെ കേസിൽ കുടുക്കിയതെന്ന് തന്ത്രി കണ്ഠരര് രാജീവർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. SITക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് തന്ത്രി ഈ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റ് ഒരു പ്രതികാരമായിരുന്നു. തന്ത്രിക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്നതായിരുന്നു ഈ കേസിൽ SITയുടെ വാദം. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പിന്നീട് പുറത്തു വന്നിരുന്നു. എന്നാൽ 41-ാം ദിവസം തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത് SITയെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകുന്നതായിരുന്നു. മറ്റെല്ലാവരും സ്വാഭാവിക ജാമ്യം തേടി ഇറങ്ങിയപ്പോഴാണ് 41 ദിവസമായപ്പോൾ തന്നെ തന്ത്രിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെ SITക്കും സർക്കാരിനും എതിരെ തന്ത്രി ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. SITയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും വലിയ രീതിയിൽ കുരുക്കുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഗുരുതരമായ ആരോപണങ്ങൾ. തനിക്കെതിരെയുള്ള പ്രതികാര നടപടിയാണ് ഈ അറസ്റ്റ് എന്നതാണ് തന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതെന്തിനാണ് ഈ പ്രതികാരം എന്ന് പറഞ്ഞാൽ അത് ഭരിക്കുന്ന പാർട്ടിയെ പ്രീതിപ്പെടുത്താനായി ചില പോലീസ് ഉദ്യോഗസ്ഥർ യുവതികളെ ശബരിമലയിൽ കയറ്റാൻ ശ്രമിച്ചുവെന്നും അത് താൻ തടഞ്ഞെന്നും അതാണ് തനിക്കെതിരെയുള്ള ഈ പ്രതികാര നടപടിയിലേക്ക് നയിച്ചതും എന്നുമാണ് ഈ തന്ത്രി വാദിക്കുന്നത്. ക്ഷേത്രകാര്യങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന് താൻ വ്യക്തമാക്കിയിരുന്നു. യുവതീ പ്രവേശനത്തിന് ശ്രമങ്ങളുണ്ടായപ്പോൾ പൂജകൾ നിർത്തിവെക്കുമെന്നും ക്ഷേത്രത്തിന് പുറത്തു വരുമെന്നും താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രവുമല്ല, ശബരിമലയെ എല്ലാ ദിവസവും തുറക്കുന്ന ഒരു ക്ഷേത്രമാക്കി മാറ്റാൻ സർക്കാർ ആലോചിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ആ ശ്രമത്തിനെതിരെയും താൻ നിലപാടെടുത്തിരുന്നു. ആ ശ്രമവും വിഫലമാക്കിയത് താനാണ് എന്ന് തന്ത്രി അവകാശപ്പെടുന്നുണ്ട്. ഈ കാരണങ്ങളാൽ തന്നോട് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. അതിലുള്ള പ്രതികാര നടപടിയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത് എന്നതാണ് തന്ത്രി ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. SITക്കെതിരെയും തന്ത്രി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് താനാണ് എന്ന് വരുത്താൻ ചില കാര്യങ്ങൾ SIT മറച്ചുവെച്ചു എന്നതാണ് തന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നുവെന്നും അക്കാര്യങ്ങളൊക്കെ SIT മറച്ചുവെച്ചുവെന്നും താനാണ് കൊണ്ടുവന്ന എന്ന തരത്തിൽ നിഗമനത്തിൽ SIT എത്തുകയായിരുന്നു എന്നുമാണ് തന്ത്രി ഇപ്പോൾ ആരോപിക്കുന്നത്. അപ്പോൾ SITക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ. തന്നിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തിയതെന്ന വാദങ്ങൾക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോറ്റിക്ക് ശബരിമലയുമായി ഇതിനു മുമ്പുണ്ടായിരുന്ന ബന്ധങ്ങൾ, പോറ്റിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ അവിടെ ജോലി ചെയ്തിരുന്ന വിവരങ്ങളൊക്കെ SIT മറച്ചുവെച്ചത് എന്നതാണ് തന്ത്രി ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. വിഗ്രഹ കവചങ്ങളിലെ സ്വർണം തേഞ്ഞു പോയതിനാൽ അവ വീണ്ടും പൂശണമെന്ന് താൻ നൽകിയ അഭിപ്രായം അതൊരു സതുദ്ദേശപരമായ അഭിപ്രായമാണ് താൻ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകിയത് എന്നതാണ് തന്ത്രി പറയുന്നത്. മറ്റുള്ളവരെല്ലാം ഇതിനെ ചെമ്പ് തകിടുകൾ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ആ സ്വർണം പൂശിയ ഭാഗങ്ങളെ ചെമ്പാക്കി എല്ലാവരും മാറ്റിയപ്പോൾ താൻ അവയെ സ്വർണം പൂശിയവ എന്ന് തന്നെയാണ് രേഖകളിൽ വ്യക്തമാക്കിയത് എന്ന കാര്യം തന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് താൻ ഗൂഢാലോചനയിൽ പങ്കാളിയല്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് എന്നതാണ് ജാമ്യാപേക്ഷയിൽ തന്ത്രി പറയുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ അറസ്റ്റിലേക്ക് പോയപ്പോൾ SIT പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുക്കുന്നത് ആചാര ലംഘനമാണെന്ന് അറിയാമായിരുന്നിട്ടും അതിന് തന്ത്രി ഒത്താശ ചെയ്തിരുന്നു എന്നതാണ് SIT ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം. റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ആ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ജനുവരി 9-നാണ് തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ശബരിമലയിൽ താന്ത്രിക അവകാശമുണ്ടായിരുന്ന താഴ്മൺ കുടുംബാംഗമായ തന്ത്രി ഈ പാളികൾ കടത്താൻ കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മൗനാനുവാദം നൽകി എന്നതാണ് മറ്റൊരെണ്ണം ചൂണ്ടിക്കാട്ടിയത്. ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് SIT. 2019 മെയ് 18-ന് ശ്രീകോവിലിൽ വാതിലിന്റെ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡല പാളികളും അഴിച്ചുമാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയപ്പോൾ ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല എന്ന കാര്യവും ചൂണ്ടിക്കാട്ടിയിരുന്നു. ആവശ്യമായ താന്ത്രിക നടപടികൾ പാലിച്ചില്ല എന്നീ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു തന്ത്രിയെ SIT അറസ്റ്റ് ചെയ്തിരുന്നത്. അതിനു മുൻ ആ സമയത്ത് തന്നെ ഈ അനുജ്ഞ വാങ്ങിയോ ഇല്ലയോ എന്നതൊക്കെ SITക്ക് എങ്ങനെ അറിയാം എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നതാണ്. മൗനാനുവാദം എന്നത് കുറ്റകൃത്യമാണോ തുടങ്ങിയ സംശയങ്ങൾ അന്ന് തന്നെ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നവരൊക്കെ
എന്നൊക്കെ ചോദിച്ചിരുന്നതാണ്. ഇപ്പോൾ എന്തായാലും കോടതി ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ല എന്ന് വരുന്നു. തന്ത്രിയുടെ പങ്ക് സംബന്ധിച്ചുള്ള തെളിവുകൾ നിരത്താൻ SITക്ക് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ജാമ്യം അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ഉയർന്ന ഈ സംശയങ്ങൾ ഏറെ ബലപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതിന് പുറമെയാണ് ജാമ്യാപേക്ഷയിൽ സർക്കാരിനെയും SITയെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഇതൊരു പ്രതികാര നടപടിയായിരുന്നു എന്ന കാര്യം തന്ത്രി ഉന്നയിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. SIT ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് കണ്ടെത്തുന്നതിൽ എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചു? എന്തുകൊണ്ടാണ് ഈ SIT ഈ കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് കാരണമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് തെളിവ് നൽകാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? പോറ്റിയുമായുള്ള ബന്ധം തെളിയിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പോറ്റിയെ തന്ത്രിയാണ് അവിടെ എത്തിച്ചത് എന്നത് SITയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് തെളിവ് നൽകാൻ കഴിയാതെ പോയത്? പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ മഹസറിൽ തന്ത്രി ഒപ്പിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ SIT തന്നെ മൗനാനുവാദം നൽകിയത് തന്ത്രിയാണെന്നും തന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് അതൊരു വൈരുദ്ധ്യമായി ചൂണ്ടിക്കാണിച്ചതാണ്. എന്തുകൊണ്ടാണ് രണ്ട് ജാമ്യാപേക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള മറുപടികളിൽ ഇത്തരം വൈരുദ്ധ്യം SITക്ക് സംഭവിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. ഏതാണ്ട് 2.5 കോടിയോളം രൂപയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ED ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. പക്ഷേ ഇതൊന്നും എന്തുകൊണ്ട് തെളിവായി കോടതിക്ക് മുന്നിൽ എത്തിയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നു. അവിടെ SIT പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമാണുള്ളത്. തന്ത്രിയുടെ പദവി എന്നത് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ എന്നിവയിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നുവെന്നും ക്ഷേത്രത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിലോ സ്വത്തുക്കളുടെ പരിപാലനത്തിലോ തനിക്ക് യാതൊരു നിയമപരമായ അധികാരവും ഇല്ല എന്നുമാണ് തന്ത്രി പറയുന്നത്. ദേവസ്വം മാനുവൽ പ്രകാരം ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും തിരുവാഭരണങ്ങളുടെയും സംരക്ഷണവും കണക്കെടുപ്പും ദേവസ്വം കമ്മീഷണറുടെയും മറ്റുദ്യോഗസ്ഥരുടെയും മാത്രം ഉത്തരവാദിത്തമാണ് എന്നതാണ് തന്ത്രി ചൂണ്ടിക്കാട്ടുന്ന മറ്റു കാര്യങ്ങൾ. ഭരണപരമായ ക്രമക്കേടുകൾ തടയാൻ തനിക്ക് നിയമപരമായ ബാധ്യതയില്ല എന്നുകൂടി തന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നത് ക്രിമിനൽ ഗൂഢാലോചനയായി കാണാനാകില്ല എന്നതുകൂടിയാണ് തന്ത്രി ഈ ജാമ്യാപേക്ഷയിൽ വാദിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അത് അന്വേഷണത്തിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം എന്ന വിമർശനം കോൺഗ്രസും BJPയും ഒക്കെ ഉയർത്തിയിരുന്നതാണ്. ആ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയാണ് ഇപ്പോൾ തന്ത്രിയുടേതായി വന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ. അതായത് തന്നെ പകപോക്കുകയാണ് തന്നോട് എന്ന് തന്ത്രി കൂടി ചൂണ്ടിക്കാട്ടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ബലം കൂടുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയെ ജയിലിലിട്ടത് എന്തിനെന്ന് SIT പറയണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. എന്താണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കണം എന്ന് VD സതീശൻ ഇന്ന് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഒരു തെളിവുമില്ലാതെ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 41 ദിവസം ജയിലിലിട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. SIT പറയണം. കാരണം CPM നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട്. അല്ല, ഞാൻ നിരപരാധിയാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരാളെ തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം? എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഏത് ഒഫൻസാണ് ചെയ്തിട്ടുള്ളത്? ഏത് സെക്ഷനാണ് അദ്ദേഹത്തിനെതിരായി അട്രാക്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അതെന്നെ കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞത് അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലെന്ന, തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാ പറഞ്ഞത്. ഇപ്പോ തെളിവിന്റെ ഒരു അംശം പോലും ഇല്ലാതെ 41 ദിവസം തന്ത്രിയെ അകത്തിട്ടതിന് SIT മറുപടി പറയണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. പിണറായിക്ക് വേണ്ടി തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി എന്ന ആരോപണമായിരുന്നു രാഹുൽ ഈശ്വർ ഇന്ന് നടത്തിയത്. നേരത്തെയും തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ രാഹുൽ ഈശ്വർ സർക്കാരിനെതിരെ രംഗത്ത് വന്നതാണ്. ഇപ്പോൾ അത് ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ.
ബോധപൂർവം രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറി ശ്രീ പിണറായി വിജയന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. CPM നേതാക്കൾക്ക് നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ മുനയൊടിക്കാനായി തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്ത് ഇതിന്റെ എല്ലാം പിന്നിൽ തന്ത്രിയാണെന്ന കള്ളക്കേസിൽ കുടുക്കിയതാണ്. ഒന്ന്. രണ്ട്, കോടതിയുടെ വാക്കുകൾ കൃത്യമായി ഞാൻ പറയാം. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്. അതായത് തെളിവിന്റെ കടുക് മണി പോലും തന്ത്രിക്കെതിരെ ഇല്ലാന്ന് ഒരു കോടതിയാണ് എഴുതി വെക്കുന്നത്. ആലോചിച്ച് നോക്കുക. അതായത് തന്ത്രിക്ക് സംശയത്തിന്റെ ആനുകൂല്യമല്ല, തന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ ദുർബലമാണെന്നല്ല, അങ്ങ് ശ്രദ്ധിച്ചു കാണും. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്. തെളിവിന്റെ കടുകുമണി പോലും ഇല്ലാതെയാണ് ശബരിമല തന്ത്രിയെ പോലെ കോടിക്കണക്കിന് ഭക്തരുള്ള ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 40 ദിവസത്തിലധികം ജയിലിലിടുന്നത്. പി നമ്പിനാരായണൻ 50 ദിവസം ഇതേപോലൊരു കള്ളക്കേസിൽ ജയിലിൽ കിടന്നതിന് ശേഷം കേരള ചരിത്രത്തിൽ ഇതേപോലെ ഒരു കള്ളക്കേസിൽ 40 ദിവസം ശബരിമല തന്ത്രിക്ക് കിടക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ നാടിന്റെ നാണക്കേടാണ്, ദുര്യോഗമാണ്. അങ്ങേക്കറിയാലോ, ഞാനൊരു ഗാന്ധിയനും മതസൗഹാർദ്ദവാദിയുമാണ്. പക്ഷേ ഞാൻ വളരെ വിനയത്തോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം മതസഹോദരങ്ങളുടെ നേതാക്കളെയോ അല്ലെങ്കിൽ ആത്മീയ നേതാക്കളെയോ പള്ളിയിലച്ചന്മാരെയോ മൗലവുമാരെയോ ഇതേപോലൊരു കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയൻ ഗവൺമെന്റ് ജയിലിലിടൂ? നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ എന്താ പറയുക ദുര്യോഗമാണ് നമ്മുടെ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇതൊക്കെയാണ് രാഹുൽ ഈശ്വറിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. എന്തായാലും നേരത്തെ തന്നെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് കുറച്ചുകൂടി മൂർച്ച കൊടുക്കുകയാണ് രാഹുൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമല യുവതീ പ്രവേശനത്തിൽ സ്വന്തമായി നിലപാട് CPM ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നിലപാട് മാറ്റും, അല്ലെങ്കിൽ ആ നിലപാട് ഇപ്പോൾ തുറന്നു പറയാനുള്ള സാഹചര്യം ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് CPM നിൽക്കുന്നത്. അങ്ങനെ ഒരു സർക്കാർ യുവതീ പ്രവേശനത്തിനെതിരായി നിലപാട് സ്വീകരിച്ചതിൽ പകപോക്കി എന്ന് പറയുന്നത് ഒരു തമാശയായിട്ടാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. എന്തായാലും വിശ്വാസത്തിനെതിരായി ഒന്നും ചെയ്യില്ല എന്നതാണ് സർക്കാരും ഒപ്പം തന്നെ CPM നേതാക്കളും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നുണ്ട് SIT കൃത്യമായ ഇടവേളകളിൽ. അപ്പോൾ ജാമ്യം എന്ന് പറയുന്നത് ഒരു അന്തിമ വിധി പ്രഖ്യാപനമൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. ജാമ്യം അനുവദിച്ചു എന്ന ഒരു സാഹചര്യം, അതിൽ ഏതെങ്കിലും തരത്തിൽ തന്ത്രി കുറ്റവിമുക്തനായി എന്നൊരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എന്താണ് യാഥാർത്ഥ്യം എന്നത് ആ അന്വേഷണം പൂർത്തിയായി അതിന്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുന്നതാണ്. അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ വിലയിരുത്തലിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് പ്രത്യാരോപണങ്ങളായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കോടതിക്ക് മുന്നിൽ നിർത്തിയ വാദങ്ങളായി നമുക്ക് ഇപ്പോൾ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാത്തിരുന്ന് കാണാം എന്താണ് ഇതിന്റെയൊക്കെ നിജസ്ഥിതി എന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.